നിലവിൽ യോറിയാണല്ലോ TV ഷോയ്ക്ക് വേണ്ടി മിസ്സിംഗ് കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോറിനെ ചെന്ന് കാണുകയാണ് ജാങ്ങും. സയോണും റിപ്പോർട്ടേഴ്സിന്റെ അടുത്തൊരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുന്ന വ്യക്തിക്ക് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ജാങ് ഇങ്ങനെ യൂറിനെ ചെന്ന് കാണുന്നത്. സോ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അവൾക്ക് കിട്ടിയോ എന്ന് അറിയുവാനായിട്ട് ജാങ് ശ്രമിക്കുമ്പോഴത്തേക്കും ട്വിൻസിന്റെ കാര്യമൊക്കെ യൂറിയും അറിയിച്ചു കൊടുക്കുന്നു. കിഡ്നാപ്പറും കുറെ മീനുകളെയൊക്കെ മുറിച്ചതിന് ശേഷം അതേ രീതിക്ക് തന്നെ അതിനെ സൂചിയും നൂലും വെച്ചിട്ട് കോർത്തൊക്കെ ഇടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ബോസ് കിഡ്നാപ്പർക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നത്. നേരത്തെ കിഡ്നാപ്പർ ആയിരുന്നു സയോന്റെ വളർത്തച്ഛന്റെ വീടൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാം തന്നെ ബോസും മനസ്സിലാക്കിയിട്ടുണ്ട്. ബോസും അവന് അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത്, എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സയോൺ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കും സയോണും ഇതേ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം അപ്പോൾ മാത്രമാണ് കിഡ്നാപ്പറും മനസ്സിലാക്കിയത്. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി നീ മേലാൽ ഇതുപോലത്തെ പരിപാടി ഒന്നും തന്നെ ചെയ്തേക്കരുത് എന്നൊക്കെ ബോസും അവന് മെസ്സേജ് അയക്കുന്നു. സയോൺ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. സയോണും ഒരിക്കൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അവിടേക്ക് ചെയർമാന്റെ കൊച്ചുമോനും എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ചെയർമാനും ശരിക്കുമുള്ള സയോണും എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചെയർമാനും ഒരു കറുത്ത നിറത്തിലുള്ള ബാഗൊക്കെ സയോണെ വളർത്തിയ ആളുടെ കയ്യിലും കൊടുക്കുന്നു. സയോണെ വളർത്തുന്നയാളും ആ ഒരു ബാഗൊക്കെ ബോട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും സയോണും അയാളുടെ അടുത്ത് വന്നതിന് ശേഷം ആ പ്രായം ചെന്ന മനുഷ്യൻ വീണ്ടും വന്നല്ലേ, അയാളുടെ കൂടെയുള്ള കുട്ടി ആരാണെന്നൊക്കെ അയാളുടെ അടുത്തും ചോദിക്കുകയാണ്. പക്ഷേ സയോണിന്റെ അടുത്ത് തന്നെ അച്ഛ എന്ന് വിളിക്കരുതെന്നൊക്കെ അയാളും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സയോൺ അച്ഛൻ എന്ന് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് ഇദ്ദേഹത്തെ സയോണിന്റെ വളർത്തച്ഛനെന്ന് വിളിക്കാം. അയാളും സയോണെ നേരെ കൂട്ടിക്കൊണ്ടൊക്കെ പോയതിനു ശേഷം അവനോട് നേരത്തെ തന്നെ കിടന്നുറങ്ങുവാനും എന്ത് ശബ്ദം കേട്ടാലും വെളിയിലേക്ക് വരരുതെന്നും പറയുന്നു. പക്ഷെ അന്ന് രാത്രി സഹായിക്കാമോ എന്നൊക്കെ ഒരു കുട്ടി നിലവിളിക്കുന്നത് കേട്ടിട്ട് അവനും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കുമുള്ള സയോണെ മുത്തശ്ശൻ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സയോണിന്റെ വളർത്തച്ഛൻ ഇത് കാണുകയും അവനെ അകത്തേക്കൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അദ്ദേഹം പോലും നിസ്സഹായനായിട്ടായിരുന്നു നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി ചെയർമാൻ സയോണെ കാണുവാനായിട്ട് എത്തുന്നു. ചില മോൺസ്റ്റേഴ്സ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒരുത്തൻ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ജനിച്ചത്? ആദ്യം ഒരു ഗോൾഡ് ഫിഷ് ആയിരുന്നു, പിന്നീട് ഒരു പൂച്ചയായി, അതിനുശേഷം അവനേക്കാളും ഇളയ കുട്ടികളായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ മരിച്ച ആൾക്കാരെ നിറയ്ക്കുന്ന കറുത്ത ബാഗുകളുടെ എണ്ണം കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ മരിച്ചത് നന്നായി, അവനും ഇപ്പോൾ ഒരു കറുത്ത ബാഗിലായി മാറിയിരിക്കുന്നു. ഇനി എന്റെ ചെറുമകന്റെ സ്ഥാനത്തേക്ക് ഞാൻ ആരെ ആഗ്രഹിക്കുന്നോ അയാൾ വരുന്നതായിരിക്കും. ഇത്രയും കാലമായിട്ടോ നിനക്ക് എന്തുകൊണ്ടാണ് ഒരു പേര് പോലും ഇടാത്തതെന്ന കാര്യം നിനക്കറിയാമോ എന്നൊക്കെ ആയിരുന്നു ചെയർമാനും അവന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവനും ഒരു ദുസ്വപ്നം പോലെ ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു. സയോണും കണ്ണൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സയോണെ ഹീജുവും സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ഹീജുവും ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും വഴിയിൽ വെച്ച് സാങ്ങുവിനെയും അവൾ കാണുന്നു. സാങ്ങുവിന്റെ അടുത്തും അവൻ ഉണർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോകുകയാണ്. സാങ്ങുവും സയോണെ കാണുവാനായിട്ട് വന്നതിന് ശേഷം ഇതെന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടക്കുന്ന കാര്യം ആരും അറിയുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സയോണെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ സയോണും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് എന്താണ് സംഭവിച്ചത്, അയാൾ എപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നൊക്കെയായിരുന്നു സാങ്ങുവിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ഹീജു പോയതെങ്കിൽ പോലും അത്രയും നേരം അവൾ ഉള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന വിഷമം എല്ലാം തന്നെ വാഷ്റൂമിലൊക്കെ പോയി കരഞ്ഞു തീർക്കുകയാണ്. സയോന്റെ വളർത്തച്ഛൻ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ പോലും ഇപ്പോഴും ജീവനോടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഇയാളും നീയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് സംഗു ചോദിക്കുമ്പോഴത്തേക്കും എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നു, പക്ഷെ അയാളും പേരൊക്കെ മാറ്റിയിട്ടായിരുന്നു ഇപ്പോൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഴയ പേരില്ല ഞാൻ ഒരുപാടടുത്ത് അദ്ദേഹത്തെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അയാളെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് സയോണും സാങ്ങുവിന്റെ അടുത്തൊക്കെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സയോണെ അങ്ങനെ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സംഗു ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ പുറത്ത് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു സയോണ് മറുപടി കൊടുത്തത്. ഹീജുവിന്റെ കാര്യവും ഇതുപോലെ പേഴ്സണൽ ആണോ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കും അവളാണ് എന്റെ ഒരേ ഒരു ഫാമിലി, എന്റെ ഒരേ ഒരു ഗാർഡിയൻ, അതുകൊണ്ട് തന്നെ നീ വിചാരിക്കുന്നത് പോലെ മോശമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് സയോണും വ്യക്തമാക്കുന്നു. എന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് ലോകം അധികം വൈകാതെ അറിയുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ എന്നെ കുറ്റപ്പെടുത്തും. പക്ഷേ ഈ ഒരു ഗോസിപ്പുകൾക്കൊന്നും തന്നെ ഞാൻ ഹീജുവിനെ വിട്ടുകൊടുക്കുന്നതായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഹീജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമാക്കി വെച്ചിട്ടുള്ളതെന്ന് അവനും പറയുന്നു. സയോണ് സാങ്ങുവിനെ പോലും സംശയിച്ചത് കൊണ്ടായിരുന്നു അവന്റെ അടുത്തും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ട് സാങ്ങുവിന്റെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി എന്റെ വളർത്തച്ഛനെ നന്നായി തന്നെ നോക്കണം. അയാൾ എത്രയും വേഗം കണ്ണു തുറക്കുവാനായിട്ട് നീ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം തന്നെ ചെയ്യണം.
മിസ്സിംഗ് ആയിട്ടുള്ള ഓർഫൻസിന്റെ കേസൊക്കെയല്ലേ നീ നോക്കിക്കൊണ്ടിരുന്നത്? ആ ഒരു കേസിലെ പ്രധാന സാക്ഷിയാണ് അദ്ദേഹം. അദ്ദേഹവും അവന് ജീവനോടെ ഉണ്ട് എന്നൊരു ടിപ്പൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നീ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയും അതുപോലെ തന്നെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന വ്യക്തിയും ഒരേ ആൾ തന്നെയാണ്. ഞാൻ അവൻ മരിച്ചു എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ജീവനോടെ ഉണ്ടാകുവാനാണ് സാധ്യത. സോ അദ്ദേഹം എണീക്കുകയാണെങ്കിൽ നമുക്കും ഓർഫൻ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുവാനായിട്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞ് സയോൺ നിൽക്കുന്നു. സയോന്റെ അച്ഛന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുവാനായിട്ട് പോവുകയാണ്. സോ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ അച്ഛന് വേണ്ടി കാത്തു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസം സയോണോട് കൂടി അവിടെ എത്തുവാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷെ സയോണെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ലാതിരിക്കുകയാണ് അവരും. അതുകൊണ്ട് തന്നെ സയോൺ വരികയില്ല എന്ന് അവരും കരുതുന്നു. സയോണും ഹോസ്പിറ്റലിൽ വെച്ച് ഫോണൊക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിലാകട്ടെ ഹീജുന്റെ മെസ്സേജസ് ആയിരുന്നു വന്നുകൊണ്ടേയിരുന്നത്. സയോണെ കാണുവാനായിട്ട് വൈകിയത് കൊണ്ട് തന്നെ അവൻ എവിടെയാണെന്നും എന്താണ് അവന് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അവൻ ഫോണൊന്നും എടുക്കാത്തതെന്നും ഒക്കെ ചോദിച്ചുകൊണ്ടാണ് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ അയച്ചൊരു വോയിസും കൂടി അവൻ കേട്ടു നോക്കുന്നു. അതിലും നമ്മൾ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കും വൈകുകയില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുമെന്നൊക്കെയല്ലേ നീയും പറഞ്ഞത്. ഇന്നേ വരെ നീ ഒരു ദിവസം പോലും വീട്ടിൽ വരാതിരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് നീ ഇത്രയും വൈകുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തുകൊണ്ടാണ് നീ ഫോൺ പോലും എടുക്കാത്തതെന്നൊക്കെ അവൾ പറഞ്ഞതും അവൻ കേൾക്കുന്നു. ഒരു സിസ്റ്ററും റൂമിലേക്കൊക്കെ കടന്നു വരുമ്പോഴത്തേക്കും എന്റെ ഗാർഡിയൻ വെളിയിൽ കാത്തു നിൽപ്പുണ്ടോ എന്ന് സയോണും സിസ്റ്ററിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അതായത് ഹീജു വെളിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിസ്റ്ററും വെളിയിൽ ആരും തന്നെ ഇല്ല എന്നൊക്കെ അവനോട് പറയുമ്പോഴത്തേക്കും ഹീജുവും എവിടെ പോയതായിരിക്കുമെന്നൊക്കെ അവനും ഓർക്കുന്നു. അങ്ങനെ സയോൺ ഹീജുവിനെ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹീജു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സയോന്റെ ഫോണും അവൾ എടുക്കുന്നില്ല. മാത്രമല്ല വീട് മുഴുവൻ അരിച്ചു പെറുക്കിയതിനു ശേഷം അവൾക്കും കിഡ്നാപ്പറുടെ ഫോണൊക്കെ കിട്ടുകയാണ്. സയോന്റെ അച്ഛനും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ സ്ഥിരമായിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ള ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞണ്ടിന്റെ കറിയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ജീവനുള്ള ഞണ്ട് ആയതുകൊണ്ട് തന്നെ അച്ഛന്റെ കയ്യിലൊക്കെ അത് കടിക്കുമ്പോഴത്തേക്കും പേടിച്ചിട്ട് അച്ഛനും ഞണ്ടിനെയൊക്കെ വലിച്ചെറിയുന്നു. പിന്നീട് അച്ഛൻ വളരെ കൂളായിട്ടൊക്കെ അതിനെ നേരിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു റിപ്പോർട്ടറും നിങ്ങൾ വൈഫിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെ ഇരിക്കെ മകന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളതെന്ന് അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മകന് സീ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, അവനും എന്നെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അച്ഛനും. യഥാർത്ഥത്തിലുള്ള സയോന്റെ കാര്യമാണ് അച്ഛനീ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സയോണ് അത് ഇഷ്ടമല്ലെങ്കിൽ പോലും പഴയ സയോന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവനെ വളർത്തിയിട്ടുള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും എന്റെ മകൻ ഇവിടെ എത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് എന്റെ മകന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു റിപ്പോർട്ടേഴ്സിന് മുമ്പിലായിട്ട് അച്ഛനും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.